പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിപ്പോൾ ഈ മാസം 2ാം തവണ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വരുന്നതെങ്കിലും അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പരിപാടി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃപ്രയാർ ക്ഷേത്ര സന്ദർശനമാണ്. കേരളത്തിലൊരു രാമപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ അയോധ്യ രാമക്ഷേത്രവുമായുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ കൂടിയാണ് കേരളത്തിൽ കൂടി മോദി ഈ തൃപ്രയാർ ക്ഷേത്രം സന്ദർശിക്കാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. അജിംസ്, അതായത് നരേന്ദ്രമോദി നമുക്കറിയാം കേരളത്തിലേക്ക് എത്തുന്നു, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹം അടിക്കടി ഇപ്പോൾ 2ാം തവണയാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതോടൊപ്പം ചേർത്ത് വായിക്കണം. അതിനൊപ്പം തന്നെ ഈ ഉത്തരേന്ത്യൻ മാതൃകയിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം കൂടിയാണോ അദ്ദേഹം കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് എന്താണ് തെറ്റ്? അദ്ദേഹം ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. പാർലമെന്റ് ഉദ്ഘാടനത്തിന് പൂജാരിമാരെയും മൗലവിമാരെയും പള്ളിയിലച്ചന്മാരെയും വിളിച്ച ആളാണ്. പാർലമെന്റിൽ ഇവർക്കൊക്കെ എന്താണ് കാര്യം? അതായത് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോക്സഭയും പിന്നെ പ്രസിഡന്റും, അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. പ്രസിഡന്റിനെ വിളിക്കാതെ പള്ളിയിലച്ചന്മാരെയും പൂജാരിമാരെയും മൊയ്ലിയാക്കന്മാരെയും വിളിച്ചിട്ട് ഒരു നടത്തുന്ന ഇപ്പോൾ ഒരു റോഡ് ഷോയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദർശനത്തിന് വരുമ്പോൾ അമ്പലത്തിൽ പോകുന്നതൊരു പ്രശ്നമൊന്നുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു USP. അത് വെച്ചിട്ടാണ് അദ്ദേഹം വോട്ട് പിടിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2019 ലോക്സഭ തെരഞ്ഞെടുപ്പിന് എന്തായിരുന്നുണ്ടായിരുന്നത്? ലോക്സഭ തെരഞ്ഞെടുപ്പ് ഒരു ഹിമാലയത്തിൽ പോയി അവിടെ എന്താണ് ഒരു ഗുഹയിൽ കയറിയെന്ന് തപസ് ചെയ്തു. അത് ഓർമ്മയുണ്ടാവും ദൃശ്യങ്ങൾ. അത്രയൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് നടന്നുകൊണ്ടിരുന്നത് എന്താണ്? ഒരു ഗുഹയിൽ, മഞ്ഞുറഞ്ഞൊരു ഗുഹയിൽ പോയി കണ്ണടച്ചിരുന്ന് അത് ചുറ്റും ക്യാമറയൊക്കെ വെച്ചിട്ടാണ്. അതായത് ചുറ്റും ക്യാമറ വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയ വിഗ്രഹത്തിൻ്റെ ബാക്കിൽ ക്യാമറ ആയിരിക്കും. കാരണം ഇദ്ദേഹം ഇങ്ങനെ തൊഴുന്നത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി വിഗ്രഹത്തിൻ്റെ ബാക്കിൽ ക്യാമറ. ശ്രീകോവിലിനകത്ത് ഒരു പ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിനകത്ത് ക്യാമറമാരും ലൈറ്റ്മാന്മാരും കയറി ഇരിക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ മോദിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത് ഇതിനപ്പുറം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലൊരു രാമക്ഷേത്രം അദ്ദേഹം സന്ദർശിക്കുന്നു എന്നുള്ളൊരു പുതുമയൊന്നുമില്ല. പക്ഷെ ഞാൻ കാണുന്നൊരു പുതുമ ഈ കേരളത്തിൽ ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അദ്ദേഹം വിസിറ്റ് നടത്തുന്നത് ആദ്യമായിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വന്ന് പോയിട്ടേ ഉള്ളൂ. ഈ മാസം തന്നെ തൃശ്ശൂർ വന്ന് പോയിട്ട് ഇനി കൊച്ചിയിൽ റോഡ് ഷോ, കൊച്ചിയിൽ കഴിഞ്ഞ വർഷം റോഡ് ഷോ നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം റോഡ് ഷോകൾ കൊണ്ട് കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? മോദി എന്ന ബ്രാൻഡ് കേരളത്തിൽ വിറ്റുപോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു ഉത്തരേന്ത്യൻ ബ്രാൻഡ് കേരളത്തിൽ വിറ്റുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ വിറ്റുപോകാവുന്ന വേറെ പല സാധനങ്ങളും BJPക്ക് ഉണ്ട്. BJP അത് വളരെ സമർത്ഥമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിൽ അകറ്റുക എന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പുതിയ കോയിനേജ് കൊണ്ടുവന്നു. അതിൻ്റേതായ ഗുണങ്ങൾ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. BJPയുടെ ഏറ്റവും ശക്തമായൊരു അധാർമികമാണെങ്കിലും ഏറ്റവും ശക്തമായൊരു ആയുധമായിരുന്നു ലവ് ജിഹാദ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായത്തെ രണ്ട് സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിൻ്റെ ഉപലക്ഷ്യമായിരുന്നു അത് ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതിൻ്റേതായ ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് തിരിച്ചടികൾ സമീപകാലത്തുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ വെറുതെയാണെന്നും ഈ പറയുന്നതൊക്കെ കള്ളത്തരമാണെന്നും ഇതിൻ്റെ ആളുകൾക്ക് കുറേയധികം പേർക്ക് മനസ്സിലായി. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ ലവ് ജിഹാദ് പ്രചാരണത്തെ തുടർന്ന് കേരളത്തിൽ രൂപം കൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി BDJS. അതിൻ്റെ രൂപീകരണത്തിന് കാരണം തന്നെ ഇത് തന്നെയാണ്. ആ BDJSന് പിന്നെ നെൽക്കകളിലുണ്ടായി. അവരുടെ വോട്ട് കുറയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആ ഒരു 10-15-16 വർഷമായിട്ടുള്ള ആ പ്രചാരണത്തിന് ഗുണങ്ങളും പിന്നെ അതിന് തിരിച്ചടികളും ഉണ്ടായി. ഇനി പുതുതായിട്ട് എന്ത് ചെയ്യുമെന്നുള്ളിടത്താണ് ഈ പറയുന്ന ക്രിസ്മസ്, ഈസ്റ്റർ ഔട്ട്റീച്ചൊക്കെ അവർ തുടങ്ങിയത്. പക്ഷെ അതും ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. കാരണം KCBC അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു. അപ്പോൾ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, മണിപ്പൂർ എന്നൊരു സംസ്ഥാനം തന്നെ ഉണ്ട് എന്നറിയാത്ത നരേന്ദ്രമോദി കൊച്ചി പോലൊരു നഗരത്തിൽ വന്ന് റോഡ് ഷോ നടത്തിയതുകൊണ്ട് 10 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മോദി ബ്രാൻഡ് അങ്ങനെ വിറ്റ് പോകുന്നില്ല കേരളത്തിൽ. കാരണം മോദി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ തൃശ്ശൂർ നടത്തുമ്പോൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടൊരു പ്രചാരണപരമായൊരു പുഷ് കിട്ടും എന്നല്ലാതെ അതിനപ്പുറം കൊച്ചിയിൽ ഇനിയിപ്പോൾ നാളെ റോഡ് ഷോ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വോട്ടിൽ വർധന ഉണ്ടാവുകയോ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രചാരണപരമായൊരു മേൽക്കൈ BJPക്ക് ലഭിക്കുകയോ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ ജയിക്കേണ്ടതായിരുന്നു. കർണാടകയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 12 റാലി നടത്തിയിരുന്നു നരേന്ദ്രമോദി. അതിനുശേഷം ധാരാളം റാലി നടത്തി. ബാംഗ്ലൂർ നഗരത്തിൽ റാലി നടത്തി. മോദി റാലി നടത്തിയിടത്തൊക്കെ BJP തോറ്റുകയും ചെയ്തു. കർണാടകത്തിൽ നടക്കാത്തത് കേരളത്തിൽ നടക്കുമെന്നുള്ള സംശയമാണ്. നിഷാദ്, അതായത് ഇന്നിപ്പോൾ K. മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മോദി കേരളത്തിൽ വരിക മാത്രമല്ല, അദ്ദേഹം ഇവിടെ താമസിക്കുകയും ചെയ്തോട്ടെ. ആളുകൾ അദ്ദേഹം ടാറ്റ കൊടുക്കുമ്പോൾ തിരിച്ച് ടാറ്റ കാണിക്കും, പക്ഷെ വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു പ്രത്യാശയല്ല. കേരളത്തിൽ തന്നെ ഈ മോദി ബ്രാൻഡ് രൂപീകരിക്കാൻ ഈ റോഡ് ഷോകൾ വഴിയൊക്കെ മോദിക്ക് കഴിയുമോ? അല്ല ജിൽസി, നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം മലയാളികൾക്ക് അറിയാം എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോഷൂട്ടിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും കളിയാക്കുകയും ട്രോൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാർ മലയാളികളാണ്.
അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ജെനുവിൻ അല്ല, അത് വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സുരേഷ് ഗോപി ലൂർദ് മാതാവിൻ്റെ ശിരസിൽ ഒരു കിരീടം അണിയിക്കാൻ ശ്രമിച്ചു, താഴെ വീണുപോയി. അപ്പോൾ അത് കൊണ്ടുവരുന്നത് ക്രിസ്ത്യാനികളുള്ള ജെനുവിൻ സ്നേഹമല്ല. മണിപ്പൂരിലെ ക്രിസ്ത്യാനി അവിടെ കലാപം ഉണ്ടെങ്കിൽ അത് നോക്കാനവിടെ ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞ് പുച്ഛിച്ച ആളാണ് സുരേഷ് ഗോപി. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുന്നവരാണ് കേരളത്തിലെ മലയാളികൾ. അപ്പോൾ ഈ കിരീടം കൊണ്ടുവെക്കുന്നതും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിസരത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓടിപ്പോയി ഇടപെടുകയും അവർക്കെല്ലാം പൈസ കൊടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് ജെനുവിൻ സ്നേഹം കൊണ്ടോ സഹജീവി സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് 2024 പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ജയിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള പണിയാണ് എന്നറിയാത്തതായി ആരുമില്ല. സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് പോലും അറിയാം സുരേഷ് ഗോപി ഈ ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള സംഗതിയാണ് എന്നെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയെ ഫ്രീക്വൻ്റായിട്ട് അടുപ്പിച്ച് കേരളത്തിൽ വരുന്നു. എന്തിനാണ് വരുന്നത്? തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. സുരേഷ് നേരത്തെ അജിംസ് പറഞ്ഞു, മോദി ഇവിടുത്തെ ഒരു വലിയ പോപ്പുലർ ബ്രാൻഡാണോ? അല്ല. ഇതിനു മുമ്പും ഇദ്ദേഹം ഇവിടെ റാലി നടത്തിയിട്ടുണ്ട്, അവിടെ എല്ലാം BJP വെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ മോദി വരിക എന്ന് വെച്ചാൽ പരമാവധി BJPക്കാരെ കൊണ്ടുവന്ന് അണിനിരത്താൻ പറ്റും, ആളുകൾ വലിയ ജനസഞ്ചയം ഉണ്ടാകും. അതുകൊണ്ട് മോദിക്ക് അതെല്ലാം വോട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? നേരത്തെ കർണാടകയിലെ കാര്യം പറഞ്ഞു. കർണാടകയിൽ നരേന്ദ്രമോദി നയിച്ച റോഡ് ഷോകൾക്ക് നഗരമണ്ഡലങ്ങളിലൊക്കെ എന്തുമാത്രം ആളായിരുന്നു. അവിടെ എല്ലാം തോറ്റു തുന്നം പാടാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെയും ഇവിടെ സ്വാധീനമുള്ള നേതാവാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ഈ ഒരു 1.5-2 മാസം മുമ്പ് കേരളത്തിൽ 2 ചാനലുകൾ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേകളിൽ പറയുന്നത് ആര് പ്രധാനമന്ത്രി ആവണമെന്ന് ചോദിച്ചതിന്, ആര് ഇനിയും പ്രധാനമന്ത്രി ആകണമെന്ന് ചോദിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ പേരാണ് കൂടുതൽ മലയാളികൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോദി ഇത്രയും കാലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ നേട്ടം എന്ന് പറയുന്ന സംഗതി ആളുകൾ അങ്ങനെ വലിയ കാര്യമായി എടുക്കുന്നില്ല. പിന്നെ ഇദ്ദേഹം 10-30 ലക്ഷം BJPക്കാർ കേരളത്തിലുണ്ടല്ലോ, അതിൽ നിന്ന് 1 ലക്ഷം പേരെ കൊണ്ടുവന്ന് നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ കാര്യമുള്ള കാര്യമല്ല. നിഷാദ് പറഞ്ഞ പോലെ മോദി കേരളത്തിലൊരു ബ്രാൻഡ് അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ മോദിയെ തൃശ്ശൂരിൽ അവതരിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു മറുവശം കൂടിയുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുന്നത് അത് മോദിയെ തോൽപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ആളുകൾ അല്ല, ആ നിലയ്ക്കുള്ള ഒരു ഗൗരവം മറ്റുള്ളവരെടുക്കും. അതായത് ഇപ്പോൾ കോൺഗ്രസ് ഫെബ്രുവരി 2 അവിടെ വലിയ മാർച്ച് നടത്താം, 1 ലക്ഷം പേര് പങ്കെടുക്കുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിക്കാൻ പോവാണ്. ഈ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അവർ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ളവരും തയ്യാറെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അവർ വളരെ ദീർഘകാലമായിട്ട് അവർ മാത്രമുള്ള കളത്തിൽ അവർ പലതരം നമ്പറുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ BJP മാത്രം, മോദി ഹരഹര മോദിക്കാർ മാത്രം എന്ന് തോന്നുകയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ പിക്ചർ ടോട്ടലായിട്ട് ഓണാകുമ്പോൾ മാത്രമാണ് എന്താ സംഭവിക്കുകയെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മോദിയുടെ റോഡ് ഷോകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്, ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് വിചാരിക്കാൻ തൽക്കാലം നിവൃത്തിയില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞ ബേസിക് സംഗതി ഇതാണ്, ഈ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ കത്തോലിക്ക സഭയുടെ എടുക്കുക, അവിടെ ഏറ്റവും നിർണായകമായ സ്വാധീനമുള്ള സഭയാണ്. അവർ സാധാരണ പറയാത്ത വർത്തമാനം KCBCയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് മണിപ്പൂർ ഞങ്ങൾ മറന്നുപോയിട്ടില്ല. ബിൽക്കിസ് ബാനു എന്താണ് BJP എടുക്കുന്ന സമീപനം എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായി ഇതാ ബിൽക്കിസ് ബാനു കേസ് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു എന്നൊക്കെ KCBC പറയാണ് ബിൽക്കിസ് ബാനുവിന് വേണ്ടി. ഒപ്പം മണിപ്പൂരിൽ ഇന്ത്യയിൽ ആകമാനം ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന പെർസിക്യൂഷൻ്റെ അളവ് കൂടുന്നതിൻ്റെ കണക്ക് വിശദീകരിക്കണം അവർ. ഒരു വശത്ത് ഞങ്ങളെ പുണരാൻ ശ്രമിക്കുകയും മറുവശത്ത് ഞങ്ങളെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണെന്ന കാര്യം ഞങ്ങൾക്കറിയാം എന്നവർ പറയുകയാണ്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അവരുടെ സമൂഹത്തിൻ്റെ, അവരുടെ വിശ്വാസ വിഭാഗത്തിൻ്റെ വികാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൽ മാത്രമായിട്ട് അങ്ങനെ കേരളത്തിൻ്റെ ഇതുവരെ കേരളം കീപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു BJP വിരുദ്ധതയെ അല്ലെങ്കിൽ ഒരു സോക്കോൾഡ് മതനിരപേക്ഷതയെ അങ്ങനെ ഒറ്റുകൊടുക്കാൻ കത്തോലിക്ക സഭയ്ക്ക് അത്ര എളുപ്പമല്ല. കത്തോലിക്ക സഭ ഇവിടെ നിൽക്കുന്നതും ഇവിടുത്തെ മുന്നണികളുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളും ഇടപാടുകളും കൊണ്ടാണ്. ഒരു ദിവസം കേരളത്തിൽ തൃശ്ശൂർ മാത്രം ജയിക്കുക, അതിന് കത്തോലിക്ക സഭ കാരണമാവുക, മണിപ്പൂർ അപ്പുറത്ത് കത്തിക്കൊണ്ടിരിക്കും, അത് അവർക്കുണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായ നഷ്ടം, അവർക്കുണ്ടാക്കുന്ന വിശ്വാസ നഷ്ടം, അവർക്ക് ഇരു മുന്നണികളുമായിട്ടും എൻഗേജ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് വിലപേശൽ ശേഷി, ഇതിനെല്ലാം ഇല്ലാതാക്കുന്നതാണ്. അതൊക്കെ അവർ മനസ്സിലാക്കും. അതുകൊണ്ട് കേവല വൈകാരികതയുടെ പേരിൽ നരേന്ദ്രമോദി വന്ന് റോഡ് ഷോ നടത്തി ലൂർദ് മാതാവിൻ്റെ തലയിൽ ഒരു വിഗ്രഹം വെച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു കിരീടം വെച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ഒരു ദീർഘകാലമായിട്ടുള്ള അവരുടെ എന്താ പറയുന്നത് ഒരു പ്ലാനിനെ വെച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എല്ലാ അർത്ഥത്തിലും ഇപ്പോഴും BJP സ്മൂത്തായി മോദിയുടെ തേരിൽ ജയിക്കുമെന്നും പറയാൻ കഴിയുന്നില്ല, അവിടെ ഇല്ല. എന്തായാലും നരേന്ദ്രമോദിയുടെ മാജിക് അത് കേരളത്തിൽ നടപ്പാകുമോ എന്നുള്ളത് അറിയാനുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത്.